നമസ്കാരമുണ്ട്. ഞാനിന്ന് വന്ന് നിൽക്കുന്നത് അരുവിക്കുഴി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇതാണ് അരുവിക്കുഴി ജംഗ്ഷനാണിത്. അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന സ്ഥലമാണ്. ഇന്ന് ഭയങ്കര തിരക്കുള്ള ഒരു ദിവസമാണ്. ഇപ്പം മഴയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആൾക്കാർ ഇഷ്ടം പോലെയാണ് ഇവിടെ കാഴ്ച കാണാൻ വന്നിരിക്കുന്നത്. അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നവർ നിർബന്ധമായും എലിപ്പനി പ്രതിരോധ ഗുളിക കഴിക്കേണ്ടതാണ്. ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു സ്ഥലം. ഇതിൽ ഇറങ്ങി പോന്നെ ഇല്ല, ഈ പടികളൊക്കെ ഇറങ്ങിയിട്ടാണ്. ഒത്തിരി ആൾക്കാരാണ് കുളിക്കാൻ വന്നിരിക്കുന്നത്. ഭയങ്കര ഭംഗിയായിട്ട് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഏതായാലും മഴയില്ല, അതുകൊണ്ട് വഴുക്കൽ ഇല്ല. അല്ലെന്നുണ്ടെങ്കിൽ ഈ പാറയിൽ കൂടെ ഒക്കെ നടന്നു പോകുമ്പോൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതാണ്. എന്തിനാ ആർക്കും ഉടുപ്പില്ലയോ? കുളി കഴിഞ്ഞ് കയറിയാണോ? കുളി കഴിഞ്ഞ് കയറിയതാണോ എന്ന്? ഓ, ഇത് പല തട്ടായിട്ടാണ് ഇതിൻ്റെ ഇത് വന്നേക്കുന്നത്. ഭയങ്കര സെറ്റ് സ്ഥലമാണല്ലോ. നിങ്ങളുടെ വീട് എവിടാ? ആണോ? തെളിയൂർക്കാവോ? രണ്ടും മൂന്നും ഭാഗമായിട്ട് തട്ടായിട്ടാണ് ഇവിടെ കുളിക്കാനുള്ള സൗകര്യങ്ങളുള്ളത്. ഇവിടെ എല്ലാം ആൾ, ഭയങ്കര ആളാണ് ഇവിടെ. അവന്മാരൊക്കെ കുളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അടിപൊളിയാണോ? അപ്പോൾ വെള്ളത്തിൽ ചാടിക്കാൻ നോക്കട്ടെ. വെള്ളത്തിലും ചാട്. ആണോ? ഭയങ്കര ജനത്തിരക്കാണ് ഇന്ന് കേട്ടോ. ഇന്ന് മഴയൊക്കെ കഴിഞ്ഞ ഒരു സമയമായതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരു സമയമാണ്. ഇവിടോട്ടൊന്നും അടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ വീട് എവിടാ? വീട് തടിയൂരാ? ഇവിടെ കുളിക്കാൻ വേണ്ടി വന്നാ? അടിപൊളി, നടക്കട്ടെ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് നിന്ന് വെള്ളച്ചാട്ടം കാണാൻ പറ്റും കറക്റ്റായിട്ട്. ഇതിൻ്റെ മറ്റേ സൈഡ്, ആ സ്റ്റെപ്പൊക്കെ ഉള്ള സൈഡ്, അവിടെ നിന്ന് ഞാൻ ആദ്യം വീഡിയോ എടുത്ത് അവിടെ നിന്നും കാണാൻ പറ്റും. ഈ ഒരു പാറയുടെ ഒരു സ്ഥലത്ത് നിന്ന് അതും കറക്റ്റായിട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി താഴെ ഒരു പ്ലേസ് ഉണ്ട്, അവിടെയും കൂടെ പോയി നോക്കിയിട്ട് അവിടുത്തെ വ്യൂ കാണിക്കാം. ഓക്കെ, ഇവിടെ വരുന്നവർ ഇങ്ങനൊരു റിസ്ക് ഉണ്ട്. ഇതിൽ വഴിയില്ല, അപ്പം നടന്ന് പോകുന്ന സൂക്ഷിച്ച് വേണേ. മഴയുണ്ടെന്നുണ്ടെങ്കിൽ സ്ലിപ്പാകാനുള്ള ചാൻസും ഉണ്ട്. അപ്പം അത് നോക്കി വേണം പോകാനൊക്കെ ഉണ്ട്. കുഞ്ഞിനെ ഉൾപ്പെടെയാണ് വന്നേക്കുന്നത്. ഇത് കുറേ ബുദ്ധിമുട്ടുണ്ട് നടന്നിറങ്ങാനൊക്കെ ഉണ്ട് കേട്ടോ. നോക്കി വേണം ഇറങ്ങാനേ. ജനത്തിരക്കാണ് ഇവിടെ കേട്ടോ. ഭയങ്കര ആഘോഷമാണ് ഇവിടെ വന്നവർക്കെല്ലാം. അതേപോലെ വെള്ളമുണ്ട്. ഡ്രസ് എടുത്തിട്ടില്ല? പിന്നെ എന്തിനാ വെള്ളം കാണാൻ വന്നേ? ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ കേട്ടോ. ആൾക്കാർ ഇഷ്ടം പോലെയാണ് കുളിക്കാൻ വന്നേക്കുന്നത്. നല്ല അടിപൊളി പ്ലേസാണ്. അപകടമൊന്നുമില്ലാത്തൊരു സ്ഥലം കാണല്ലേ. ഇതേപോലെ നമുക്ക് കുളിക്കാൻ എല്ലാ സൗകര്യങ്ങളുണ്ട് ഇവിടെ. വരുക, എൻജോയ് ചെയ്യുക. ആ മേളിൽ നിന്ന് വരുന്ന വെള്ളമില്ലേ, ഷവറിൽ നിന്ന് വെള്ളം വീഴുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഹെഡിലേക്ക് വീഴുന്നത്. അത് കുളിക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ അതിൻ്റെ കീഴെ പോയിരിക്കുന്നത്. ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ്. കോഴഞ്ചേരി കഴിഞ്ഞ് അരുവിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴഞ്ചേരി ചെട്ടിമുക്ക് ജംഗ്ഷനിൽ നിന്ന് ചരൽക്കുന്നിലേക്ക് പോകുന്ന റോഡിലാണ്.
ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര സമയം നിന്നെന്ന് പറഞ്ഞാൽ നമുക്ക് മതിയാവില്ല കേട്ടോ. അതേപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പ്ലേസാണ്. നമ്മൾ പെട്ടെന്ന് വന്ന് കണ്ടു പോകാമെന്ന് വിചാരിച്ച് വരേണ്ട ആരും എന്ന് വെച്ചാൽ നല്ല സമയമെടുത്ത് തന്നെ ഇവിടെ നിന്ന് ആഘോഷിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പ്ലേസ്. വന്നു കഴിഞ്ഞാൽ നമുക്കറിയത്തുള്ളൂ ഇതിൻ്റെ ഒരു എഫക്റ്റ്. ഇതിലൂടെയൊക്കെ നടന്ന് വേണം വരാൻ. പാറയൊക്കെ സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ നടക്കണം കേട്ടോ. സേഫ്റ്റിയുടെ വിഷയത്തിലാണെന്ന് പറഞ്ഞാലും എല്ലാം കൊണ്ടും നല്ല മനോഹരമായിട്ടുള്ള പ്ലേസാണ്. അരുവിക്കുഴി കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. പ്രത്യേകിച്ച് നല്ല വെള്ളമുള്ള സമയത്ത് തന്നെ വരിക, അതിനനുസരിച്ചുള്ള നമുക്ക് വൈബ് കിട്ടുന്ന ഒരു സ്ഥലം. കുറച്ച് സമയമെടുത്തിട്ടാണ് ഈ വീഡിയോ ഒക്കെ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പം ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് നിങ്ങൾ കരുതരുത്. ഇത് ടൈം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാം കാണാനും ആസ്വദിക്കാനും പറ്റുന്ന ഒരു വീഡിയോ ആണ്. കാണുക, എൻജോയ് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടെ രേഖപ്പെടുത്തുക. അതാണ് നമുക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് വലിയ വീഡിയോ ആണെന്നുള്ള ഇതിൽ ആരും സ്കിപ്പ് ചെയ്ത് കളയാതെ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.